നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ നാരായണായ ഹരനും വിരിഞ്ചനുമിതമരാധിനായകനുമറിയുന്നതില്ല തവ മറിമായ തന്മഹിമ അറിവായി മുതൽ കരളിലൊരു പോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പൂർണ്ണ സത്യദർശനം എന്താണ്? പൂർണ്ണ സത്യദർശനം എന്താണ്? സ്വയം സത്യമായി തീരുകയാണ് പൂർണ്ണ സത്യദർശനം. സത്യത്തിൽ നിന്നും അല്പമെങ്കിലും അകന്നു നിന്നുകൊണ്ടുള്ള ദർശനം അപൂർണമായിരിക്കുകയേയുള്ളൂ. ഈ സത്യദർശന രഹസ്യമാണ് അടുത്ത പദ്യത്തിൽ സൂചിപ്പിക്കുന്നത്. 62-ാം പദ്യം. ഹരനും വിരിഞ്ചനുമിതമരാധിനായകനുമറിയുന്നതില്ല തവ മറിമായ തന്മഹിമാറിവായി മുതൽ കരളിലൊരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമഃ. ഹരനും വിരിഞ്ചനും ഇതമരാധിനായകനും ശിവനും ബ്രഹ്മാവും ദേവേന്ദ്രനും തവ മറിമായതൻ മഹിമ അങ്ങയുടെ മായയുടെ പൂർണ്ണ മഹത്വം അറിയുന്നവരല്ല. അറിവായി ബോധസ്വരൂപനായി മുതൽ കരളിൽ ആദ്യം മുതലേ ഹൃദയത്തിൽ ഒരുപോലെ നിന്നരുളുന്നു. കൂടുതൽ കുറവുമൊന്നും കൂടാതെ ശുദ്ധമുക്തനായി വസിക്കുന്നു. പരജീവനിൽ പരമാത്മാവിൻ്റെ അംശം തന്നെയായ ജീവാത്മാവിൽ തെളിയുക. അംശഭാവം മാറി പൂർണ്ണഭാവം തെളിയാൻ ഇടവരണം. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും ആരും അങ്ങയുടെ മായയുടെ പൂർണ്ണ മഹത്വം അറിയുന്നവരല്ല. ബോധസ്വരൂപനായി ആദ്യം മുതലേ ഹൃദയത്തിൽ കൂടുതൽ കുറവൊന്നും കൂടാതെ ശുദ്ധമുക്തനായി വസിക്കുന്ന പരമാത്മാ അംശമായ ജീവാത്മാവിൽ അംശഭാവം മാറി പൂർണ്ണഭാവം തെളിയാൻ ഇടവരണം. നാരായണന് നമസ്കാരം. ജീവത്വവും ബ്രഹ്മത്വവും. അഖണ്ഡബോധമാണ് ബ്രഹ്മസ്വരൂപം. ബ്രഹ്മത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഒരിക്കലും ഒരു കേടും സംഭവിക്കുന്നില്ല. എന്നാൽ മായ ജഡരൂപങ്ങളെ നിർമ്മിക്കുന്നതോടെ അതിലകപ്പെടുന്ന ബോധപ്രതിബിംബമാണ് ജീവഭാവം കൈക്കൊള്ളുന്നത്. ജീവഭാവത്തിനാശ്രയമായ ജഡരൂപമാണ് അന്തഃക്കരണം അഥവാ ഹൃദയം. അന്തഃക്കരണമുള്ളിടത്തോളം അതിൽ പെട്ട് നിൽക്കുന്ന ബോധം പൂർണ്ണത മറന്ന് അംശഭാവം കൈക്കൊണ്ട് താൻ പരബ്രഹ്മത്തിൽ നിന്നും ഭിന്നനാണെന്ന് ഭ്രമിച്ചുകൊണ്ടേയിരിക്കും. മായാഗുണങ്ങളായ സത്വരജസ് തമസ്സുകളുടെ പ്രകടരൂപങ്ങളാണ് അന്തഃക്കരണങ്ങൾ. അപ്പോൾ ഗുണസമ്പർക്കം ലേശമെങ്കിലും ഉള്ളിടത്തോളം അന്തഃക്കരണവും അന്തഃക്കരണ അധിഷ്ഠിതമായ ജീവഭാവവും നിലനിൽക്കും. ത്രിമൂർത്തികൾ മായാഗുണങ്ങളെ ആശ്രയിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവരാണ്. ഇന്ദ്രനും രജോഗുണബദ്ധനായി സ്വർഗസുഖത്തിൽ മുഴുകിയിരിക്കുന്നവനാണ്. ചിത്തശുദ്ധിയും നിസ്സംഗത്വവും ഉള്ളവർ മനുഷ്യരെക്കാൾ ദിവ്യരായിരിക്കാം. പക്ഷേ ഗുണസമ്പർക്കം പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ലാത്തതിനാൽ അവരിൽ ജീവത്വം അല്പമൊക്കെ ശേഷിപ്പുണ്ടാവാം. അതുകൊണ്ട് ബ്രഹ്മമഹിമ അവർക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ജീവിതം പൂർണ്ണമായി ഒഴിഞ്ഞു മാറുമ്പോഴാണ് ബ്രഹ്മത്വം കൈവരിക്കുക. ജീവത്വം നിലനിൽക്കെ അന്തഃക്കരണത്തിനു തന്നെ ബ്രഹ്മത്തെ കണ്ടനുഭവിക്കാൻ കഴിയും.
എന്നാൽ ബുദ്ധിയുടെ ബ്രഹ്മാനുഭവം അപൂർണമായിരിക്കും. അതുകൊണ്ടാണ് ജീവഭാവം പാടേ മാറി ബ്രഹ്മഭാവം തെളിയണമെന്ന് ആചാര്യർ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. യോഗവാസിഷ്ഠം പ്രഖ്യാപിക്കുന്നത് നോക്കുക. വിചാരേണ പരിജ്ഞാത സ്വരൂപസ്യാമലാത്മനഃ അനുകമ്പ്യ ഭവന്ത്യേതേ ബ്രഹ്മവിഷ്ണിന്ദ്രശങ്കരാ. വിചാരം ചെയ്ത് ബ്രഹ്മസ്വരൂപം നല്ലവണ്ണം തെളിഞ്ഞിട്ടുള്ള മഹാന്മാരുടെ മുൻപിൽ വിഷ്ണു, ഇന്ദ്രൻ, ശങ്കരൻ എന്നിവർ പോലും അനുകമ്പാർഹരായി ഭവിക്കുന്നു. അങ്ങനെയുള്ള മഹാന്മാരെയാണ് ശാസ്ത്രം ഗുണാതീതന്മാർ എന്ന് വിളിക്കുന്നത്. തുഞ്ചത്താചാര്യൻ ഈ ഗുണാതീത സ്ഥിതിക്ക് വേണ്ടിയാണ് പ്രസ്തുത പദ്യത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ജീവബ്രഹ്മ വിചാരമാണ് പൂർണ്ണ സാക്ഷാത്കാരത്തിനുള്ള ഉത്തമ മാർഗം. വിചാരം ചെയ്യുന്നയാൾക്ക് ഉപാധിനിഷ്ഠമായ ജീവത്വം വെറും ഭ്രമമാണെന്ന് ആചിരേണ തെളിയും. മണിദീപം പോലെ ആത്മാവ് സമാധിയിൽ പ്രകാശിക്കുകയും ചെയ്യും. ഈ അനുഭവജ്ഞാനമാണ് ആചാര്യൻ അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണ